പണ്ട് കിങ്ങിണിപ്പുഴ എന്ന് പേരുള്ള അതീവ സുന്ദരിയായ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴക്കര മരങ്ങളാൽ വളരെ സമ്പുഷ്ടമായിരുന്നു. അക്കൂട്ടത്തിൽ നല്ല വലിപ്പമുള്ള നിറയെ പഴങ്ങളുള്ള ഒരു അത്തിമരത്തിലാണ് ചങ്ങാതിമാരായ വാലൻകുരങ്ങനും അണ്ണാരക്കണ്ണനും താമസിച്ചിരുന്നത്. ആ പഴുത്തത് എനിക്ക്. ഇതാടാ, നീ എടുത്തോ. ഹായ്, ഈ അത്തിപ്പഴത്തിന് എന്തൊരു മധുരം. എനിക്കും കിട്ടി ഒരെണ്ണം. നല്ല മധുരം. ഇന്ന് ഒരുപാടായി. ശരിയാവാല, അത്തിപ്പഴത്തിന്റെ രുചി കാരണം ഞാനും ഒരുപാടങ്ങ് കഴിച്ചു. എനിക്കും തരുമോ അത്തിപ്പഴം? നല്ല വിശപ്പുണ്ട്. മുതല പഴങ്ങൾ കഴിക്കുമോ? വിശന്നാൽ എന്തും കഴിക്കും. ഹായ്, എന്ത് രുചിയാണിതിന്! എന്തൊരു മധുരം! കഴിച്ചോ കഴിച്ചോ, ഇനിയും തരാം. ആഹാ, നന്ദി സുഹൃത്തേ, എന്റെ വിശപ്പ് മാറി. ഞാൻ പൊക്കോട്ടെ? ആട്ടെ, നിന്റെ പേരെന്താണ്? മുരുക്കൻ എന്നാണ് ചങ്ങാതി. നിന്റെ പേരെന്താണ്? വാലൻകുരങ്ങൻ. ഇവൻ കണ്ണൻ, അണ്ണാരക്കണ്ണൻ. അപ്പോ ശരി ചങ്ങാതിമാരെ. ശരി ശരി. മുരുക്കൻ, പേര് കേട്ടാൽ അറിയാം ചങ്ങാത്തത്തിന് പറ്റിയ ആളല്ല. ആര് പറഞ്ഞു? പാവ മുതലച്ചാൽ. പാവമോ? അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അടുത്ത കുന്നിൻചെരുവിൽ പഴുത്ത് പാകമായ നല്ല വാഴപ്പഴങ്ങൾ നിൽപ്പുണ്ട്. എവിടെ? നമ്മുടെ പുല്ലാങ്കുന്നിന്റെ ചെരുവില്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓ, ഞാനില്ല. നീ പോയി കഴിച്ചോ കണ്ണാ. ഞാൻ നിന്നെ കൊണ്ട് പോകാനാ ഓടിച്ചാടി വന്നത്. ഇല്ലടാ, നീ പോയിക്കോ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാത്തിരിക്കുക. ഓ, ആ മുരുക്കൻ മുതലയെ ആവും. അതെ, അതിനെന്താ? പുതിയ ചങ്ങാതിയെ കിട്ടിയപ്പോ ഈ പഴയ ചങ്ങാതിയെ നീ ഉപേക്ഷിച്ചു അല്ലേടാ വാല? അങ്ങനൊന്നുമില്ല. ശരി, ഞാൻ പോകുന്നു. കിങ്ങിണിപ്പുഴയുടെ മറുകരയിലുള്ള പാറക്കൂട്ടത്തിലാണ് മുരുക്കൻ മുതല താമസിച്ചിരുന്നത്. അത്തിപ്പഴത്തിന്റെ രുചിയറിഞ്ഞ മുതലച്ചാർ പിന്നെ ദിവസവും അത്തിപ്പഴം കഴിക്കാനായി പുഴ നീന്തി ഇക്കര വരും. ഈ മുതലച്ചാരിത് എവിടെ പോയി? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരുന്ന് മടുത്തോ കൂട്ടുകാരാ? പിന്നെ നിനക്ക് തരാനായി അത്തിപ്പഴങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? ക്ഷമിക്കൂ ചങ്ങാതി, ഞാൻ എത്തിയല്ലോ. ഹായ്, എന്തൊരു രുചിയാണ്! കഴിച്ചോ കഴിച്ചോ, ഇനിയും തരാനേ. എന്തൊരു രുചിയാണ്! ഹായ്, ഇന്നെനിക്ക് ഒരു കുല അത്തിപ്പഴം കൂടുതൽ വേണം. അതെന്തേ?
വീട്ടിലിരുന്ന് കഴിക്കാനാണോ? അല്ല ചങ്ങാതി, എന്റെ ഭാര്യ നീലിക്കാണ്. ഓഹോ, അതിനെന്താണ്? ഒന്നല്ല 2 കുല അത്തിപ്പഴം തന്നേക്കാം, പോരെ? വളരെ നന്ദി സുഹൃത്തേ. വാലങ്കുരങ്ങനുണ്ടല്ലോ 2 കുല അത്തിപ്പഴം എടുത്ത് മുതലച്ചാർക്ക് കൊടുത്തു. അതും കൊണ്ട് മറുകരയിലുള്ള തന്റെ വീട്ടിലേക്ക് മുരുക്കൻ തിരികെ പോയി. നീലി, ദേ നോക്ക്, നിനക്കായി ഞാൻ കൊണ്ടുവന്നത് എന്താണെന്ന്. അത്തിപ്പഴം കഴിച്ചു നോക്ക്. എന്ത് രുചിയാണ് ഈ പഴത്തിന്! അതെ അതെ, എന്റെ ചങ്ങാതി തന്നതാണ്. വാലൻ കുരങ്ങൻ. അവൻ എപ്പോഴും ഈ അത്തിപ്പഴങ്ങളാണ് കഴിക്കുന്നത്. ഹോ, ശരിക്കും ഈ പഴത്തിന് എന്ത് സ്വാദാണ്! ദിവസവും ഈ പഴം കടിക്കുന്ന ആ കുരങ്ങന്റെ ഹൃദയത്തിനും എന്ത് രുചിയായിരിക്കും! നല്ല തേൻ പോലത്തെ മധുരമായിരിക്കും. നീലി, അവൻ എന്റെ ചങ്ങാതിയാണ്. അതുകൊണ്ടാണ് ഈ അത്തിപ്പഴം നമുക്ക് തന്നത്. അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം. അല്ല, അത് ഞാൻ ഇങ്ങനെ... നിങ്ങൾക്ക് ഭാര്യയായ എന്നോടാണോ അതോ ആ കുരങ്ങനോടാണോ സ്നേഹം? ധർമ്മസങ്കടത്തിലായ മുരുക്കൻ മുതല തിരികെ അത്തിമരച്ചോട്ടിലേക്ക് യാത്രയും തിരിച്ചു. കുരങ്ങനെ വീട്ടിലെത്തിക്കാൻ എന്തെങ്കിലും കൗശലം പ്രയോഗിക്കണം. ചങ്ങാതി, വാലാ. ഇതാര്? മുതലച്ചാര? എന്തേ, അത്തിപ്പഴം തികഞ്ഞില്ലേ? അതല്ല ചങ്ങാതി, വാ പുറപ്പെടാം. പുറപ്പെടാനോ? എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. വീട്ടിലേക്കോ? അതെ, വീട്ടിലേക്ക് തന്നെ. എന്റെ ഭാര്യ നീലി ഒരു സമാധാനവും തരുന്നില്ല. ഇത്രയും സ്വാദുള്ള അത്തിപ്പഴങ്ങൾ തന്ന ചങ്ങാതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അതിപ്പോ നിനക്കായി ഒരു ഗംഭീരൻ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പായസമുണ്ടോ? എല്ലാം ഉണ്ടെന്നേ. വാ, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഹായ്. അയ്യോ, അതെങ്ങനെ പോകും? ഞാൻ എങ്ങനെ വരും? എനിക്ക് നീന്തലറിയില്ലല്ലോ. നീ എന്റെ പുറത്ത് കയറിക്കോ, ഞാൻ ഈ പുഴയിലൂടെ കൊണ്ടുപോകാം. അത് കൊള്ളാലോ. ഹായ്, വെള്ളത്തിന് മീതെ ഒരു സവാരിയും പായസം കൂട്ടി ഒരു സദ്യയും. അതെ അതെ. അങ്ങനെ വാലങ്കുരങ്ങനെയും പുറത്തിരുത്തി മുതലച്ചാര് പുഴയിലൂടെ മുന്നോട്ട് നീങ്ങി. പുഴയുടെ ഒത്ത നടുവിലെത്തിയപ്പോ മുരുക്കൻ മുതല ശരിക്കുള്ള സത്യം പറഞ്ഞു. എടാ കുരങ്ങ, നിനക്കിന്ന് സദ്യയില്ല. നീയാണ് ഇന്നത്തെ സദ്യ. എന്തെന്നാ മുതലച്ചാരെ? നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സദ്യ തരാനല്ല. പിന്നെ? എന്റെ നീലിക്ക് നിന്റെ ഹൃദയം തിന്നാൻ ഒരു കൊതി. അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. അയ്യോ, മുതലച്ചാർക്ക് ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ദേ നോക്കിയേ, ഇത്രയധികം അത്തിപ്പഴം ഞാൻ പറിച്ചതുപോലും മുതലച്ചാരുടെ ഭാര്യ നീലിക്ക് സമ്മാനം കൊടുക്കാനല്ലേ. കൗശലമേൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കുരങ്ങൻ പറഞ്ഞു, എന്റെ ഹൃദയം
മുതലച്ചാരുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്തു പക്ഷേ? ആരും എടുക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഹൃദയം അത്തിമരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു പൊത്തിലാ സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നേൽ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരായിരുന്നു. ഇനിയിപ്പോ എന്തു ചെയ്യും? എന്തു ചെയ്യാൻ? നമുക്ക് തിരികെ പോയി എടുത്തോണ്ട് വരാം. എടാ ദുഷ്ട മുരുക്ക, നീ എന്റെ ചങ്ങാതിയല്ല, ചതിയനാണ്. എന്റെ ഹൃദയം വേണമല്ലേ നിനക്ക്? കുരങ്ങ, പെട്ടെന്ന് നീ നിന്റെ ഹൃദയം എടുത്തുകൊണ്ട് വാ. എടാ മണ്ടച്ചാരെ, ഹൃദയമില്ലാതെ എങ്ങനാടാ ജീവിക്കുന്നത്? അത് മാറ്റി വേറൊരിടത്ത് വെക്കാൻ പറ്റുമോ? എടാ മണ്ട, അത് ചങ്ങാതി, നീ ഒന്നും പറയണ്ട. ഇനി മുതൽ ദിവസവും ഇങ്ങോട്ട് വരികയും വേണ്ട. നിനക്ക് അത്തിപ്പഴവുമില്ല, എനിക്കിങ്ങനെ ഒരു ചതിയൻ ചങ്ങാതിയും വേണ്ട. പൊക്കോ. പിന്നീടൊരിക്കലും ആ ചതിയൻ മുതല കിങ്ങിണിപ്പുഴ നീന്തി ഇക്കര വന്നിട്ടില്ല. ഉറ്റ ചങ്ങാതിമാരായ നമ്മുടെ വാലൻ കുരങ്ങനും അണ്ണാരക്കണ്ണനും വളരെ സന്തോഷത്തോടെ പിന്നെയും ആ അത്തിമരത്തിൽ കഴിച്ചു. നദികളിൽ സുന്ദരി യമുന, യമുന, യമുന. മുതലച്ചാരെ, എന്റെ പാട്ട് അടിപൊളിയല്ലേ? അടിപൊളി. തന്റെ തല അടിച്ചു പൊളിക്കണം. വെറുതെ പാട്ടും പാടിയിരിക്കാതെ ശാപ്പാട് എന്തെങ്കിലും വഴി കൊണ്ടു നോക്കണം. ശാപ്പാടിനുള്ള വഴി നോക്കി ഈ വഴിയിലിരുന്ന് ഞാനൊരു വഴിക്കായി. ഇനി താൻ എന്തെങ്കിലും വഴി നോക്ക്. ഞാനെന്ത് നോക്കാൻ? പഴയതുപോലെ മീനുകളൊന്നും എന്റെ വലയിൽ വീഴുന്നില്ല. വല്ല നുണയും പറഞ്ഞ് അടുത്തുകൂടി ശാപ്പിടാമെന്ന് കരുതിയാൽ അതും പാലിക്കുന്നില്ലടോ. ഹായ്, എടാ മോനെ, എവിടെ പോകുന്നു? ഞാൻ ഇവിടേക്ക് വന്നതാ. നദിയിലെ വെള്ളത്തിൽ ഈ റംബൂട്ടാൻ കഴുകിയെടുക്കണം. റംബൂട്ടാന്? അത് ഏത് പൊട്ടനാടാ? ഹേയ്, റംബൂട്ടാനല്ല, റംബൂട്ടാൻ. ഹേയ്, ഇത് കണ്ടോ? നാട്ടിലെ കർഷകരുടെ തോട്ടത്തിൽ ചെന്ന് പറിച്ചതാണ്. അവർ വരുന്നുമ്പ് ഞാൻ അവിടുന്ന് ഓടിപ്പോന്നു. പക്ഷേ ഓട്ടത്തിനിടയിൽ നിലത്തു വീണ് ഇതിലെല്ലാം മണ്ണ് പറ്റി. ഈ നദിയിൽ ഇതൊക്കെ കഴുകിയെടുക്കണം. പക്ഷേ ഈ നദിയിലെ വെള്ളത്തിൽ കഴുകുന്നത് അപകടമാ. അതെന്താണ്? ഈ നദിയിൽ മാരകമായ വിഷം കലക്കിയിരിക്കുന്നു. ആര്? നിങ്ങളോ? ഞങ്ങളല്ല, കാളിയൻ. കാളിയനാണ് ഈ നദിയിൽ വിഷം കലക്കിയത്. ഈ നദീതീരത്ത് നീ വന്നത് തന്നെ അപകടമാണ്. ജീവൻ വേണമെങ്കിൽ വേഗം റംബൂട്ടാനും കളഞ്ഞിട്ട് ഓടിക്കോ. അയ്യോ, എനിക്കൊരു റംബൂട്ടാനും വേണ്ടേ. ആ കുരങ്ങച്ചൻ എന്തൊരു മണ്ടൻ. അയ്യോ കുറുക്കച്ച, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അതെന്താണ്? നീയല്ലേ പറഞ്ഞത് ഈ നദിയിൽ കാളിയം വിഷം കലക്കിയിരിക്കുകയാണെന്ന്? വിശപ്പ് കൊണ്ട് ഞാൻ ഈ വെള്ളം ഇന്ന് 2 തവണ കുടിച്ചു. ഇതിനകത്ത് വിഷം കലക്കിയ കാര്യം നീ എന്താ എന്നോട് പറയാത്തത്? നീ ആ കുരങ്ങനേക്കാൾ മരമണ്ടനാണല്ലോ. എടോ, ആ കുരങ്ങന്റെ കയ്യിൽ നിന്ന് റംബുട്ട അടിച്ചെടുക്കാൻ ഞാൻ ഒരു നുണ പറഞ്ഞതല്ലേ? എന്നാലും നീ അത് വിശ്വസിച്ചല്ലോ. ഓ, അത് ശരി. അത് തന്റെ തന്ത്രമായിരുന്നല്ലേ? അത് കൊള്ളാം. മണ്ണ് പറ്റിയാൽ എന്താ, തൽക്കാലം ശാപ്പാടിനുള്ളതായല്ലോ. ഓ, എന്തൊരാർത്തി! ഈ ഇറച്ചിക്ക് ഒരു രുചിയുമില്ല. ഇറച്ചിയോ? അത് ഇറച്ചിയൊന്നുമല്ല, കർഷകരുടെ കൃഷിത്തോട്ടത്തിൽ നിന്നും പറിച്ചതാണെന്ന് ആ കുരങ്ങച്ചൻ പറഞ്ഞത് നീ കേട്ടില്ലായിരുന്നോ? അത് ഞാൻ കേട്ടില്ല. ചുവന്നു തൊടുത്തിരിക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല ഇറച്ചി കഷ്ണവുമായിരിക്കുമെന്ന്. ബുദ്ധിക്കുറവ് മാത്രമല്ല, തനിക്ക് കേൾവി കുറവുമുണ്ട് അല്ലേ? എടോ, താൻ എന്നെ കളിയാക്കണ്ട. ബുദ്ധിയില്ലാത്തത് തനിക്കാണ്. ആ കുരങ്ങൻ പഴങ്ങൾ കഴുകാൻ പുഴയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പിടിക്കുമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു.
അപ്പോഴല്ലേ നദിയിൽ വിഷം കലക്കി എന്ന് പറഞ്ഞ് താൻ ആ കുരങ്ങനെ ഓടിച്ചത്. എന്നിട്ട് കിട്ടിയതോ കുറെ പഴങ്ങൾ. ഇതാർക്ക് വേണം? താൻ തന്നെ കൊണ്ടുപോയി തിന്നോ? മുതലച്ചാരേ, ക്ഷമിക്ക്, എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി. മറ്റുള്ളവരെ മണ്ടനാക്കാൻ നോക്കി സ്വയം മണ്ടനായത് താനാണെന്ന് തനിക്ക് മനസ്സിലായല്ലോ. അത് മതി. ഒരു കരടി വരുന്നുണ്ടല്ലോ. മുതലച്ചാരെ, താൻ വാലറ്റം പുറത്ത് കാട്ടി വെള്ളത്തിൽ മുങ്ങിക്കിടന്നോളൂ. അവൻ വന്ന് വാലിൽ തൊടുമ്പോ മെല്ലെ മെല്ലെ നീന്തി നദിയുടെ നടുവിലേക്ക് അവനെ കൊണ്ടുപോയി പിടികൂടണം. എന്താ, ഒരു കരടിയെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ തന്നെ കൊണ്ടാവില്ലേ? പിന്നെ കടുവകളെ വരെ ഞങ്ങൾ മുതലുകൾ വെള്ളത്തിൽ വെച്ച് പിടികൂടും. പിന്നെയാണ് ഒരു കരടി. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കുന്നില്ല. എല്ലാം ഈ കരയിലിരുന്ന് താൻ കണ്ടോളൂ. ആ, എന്താ കരടിച്ചാരേ ഇങ്ങോട്ടൊക്കെ? ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതോ? ആ പാറക്കെട്ടിനടുത്ത് ആ വലിയ തേക്കുമരത്തിന്റെ മുകളിലിരുന്ന തേനിന്നെടുത്തു. വീട്ടിലേക്ക് വേണ്ടി ഇത്തിരി കൈ കരുതിയിട്ട് ബാക്കിയുള്ളത് അപ്പോ തന്നെ ഞാൻ അങ്ങ് കുടിച്ചു തീർത്തു. ഇപ്പോ ഭയങ്കര ക്ഷീണവും ദാഹവും. അപ്പോ തേനാണല്ലേ ഈ കയ്യിലിരിക്കുന്നത്? കൊള്ളാം. എങ്കിലും ഞാനൊന്ന് പറയട്ടെ, ഈ പുഴയിൽ ധാരാളം മീനുള്ളപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തേക്കുമരത്തിലൊക്കെ കയറി കഷ്ടപ്പെടുന്നത്? ഈ പുഴയിൽ വെറുതെ ഒന്ന് മുങ്ങി പൊങ്ങിയാൽ തന്നെ കൈ നിറയെ മീൻ കിട്ടില്ലേ? നേരാണോ നിങ്ങൾ പറയുന്നത്? കയ്യിലിരിക്കുന്ന ആ തേൻറാത്തൽ ഈ പുഴക്കരയിൽ വെച്ചിട്ട് വേണമെങ്കിൽ പുഴയിൽ ഇറങ്ങി ഒന്ന് പരീക്ഷിച്ചോളൂ. ദാദാ, കണ്ടില്ലേ വെള്ളത്തിൽ ഒരു വലിയ മീനിന്റെ വാലനങ്ങുന്നത്? വേഗം ഇറങ്ങി പിടിക്ക്. ഓ ശരിയാണല്ലോ, ഇന്ന് ഞാൻ അവനെ പിടിക്കും. ഇവൻ വെള്ളത്തിലിറങ്ങുന്ന സമയം തന്നെ തേൻറാത്തൽ ഞാൻ അടിച്ചു മാറ്റും. വാലറ്റം കണ്ടിട്ട് വലിയ മീനാണെന്ന് തോന്നുന്നു. എന്നെ പറ്റിക്കുന്നോ? നിന്നെ പിടിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ മുതല! അയ്യോ അയ്യോ അയ്യോ, ഞാൻ ചത്തേ! എടോ കുറുക്കച്ച, അതൊരു മുതലയായിരുന്നു. ധാരാളം മീനുകളുള്ള പുഴയല്ലേ, ചിലപ്പോ മീൻ തിന്നാൻ വന്ന മുതലയാവും. ഞാനിവിടെ വെച്ചിരുന്ന തേൻറാത്തൽ കാണുന്നില്ലല്ലോ, അതെവിടെ പോയി? ഓ, അതിപ്പോൾ ഒരു കാക്ക കൊത്തിക്കൊണ്ട് പറന്നു പോയതേ ഉള്ളൂ. ഓ, എന്തൊരു കഷ്ടം! മീനും കിട്ടിയില്ല, കൊണ്ടുവന്ന തേനും പോയി. ഓ, ആ മണ്ട മുതലയ്ക്ക് കരടിയെ കിട്ടിയില്ലെങ്കിലും എനിക്ക് കാട്ടുതേൻ കിട്ടിയല്ലോ. എടാ എടാ കള്ളക്കുറുക്ക, തനിക്കൊന്നും പറ്റിയില്ലേ? താനൊക്കെ ഒരു സുഹൃത്താണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? കടുവകളെ വരെ വെള്ളത്തിലിട്ട് പിടിക്കുന്നവരാണ് ഞങ്ങൾ മുതലകളെന്ന് പറഞ്ഞു പോയതല്ലേ. എന്നിട്ട് എന്തിനാ വെറുതെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? അതെ, പിറകിലൂടെ പമ്മി വന്ന് പെട്ടെന്ന് വാലി പിടിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിഞ്ഞൊന്ന് കടിക്കാൻ പോലും അവസരം തരാതെ വാലി പിടിച്ച് കറക്കി ഒരേറായിരുന്നില്ലേ. വീണത് വെള്ളത്തിലായതുകൊണ്ട് മാത്രം ഒന്നും പറ്റിയില്ല. താൻ ഈ കുറ്റിക്കാട്ടിലെങ്ങാനും കയറി ഇരുന്നോളൂ. തന്റെ കയ്യിലിരിക്കുന്ന സാധനം ആ കരടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ?
അതെ, കാട്ടുതേനാണ്. ഭയങ്കര കയ്പുള്ളതാ. എന്തായാലും വേണ്ടില്ല, പകുതി ദേ എന്റെ ഈ നാവിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചേക്ക്. ഇതാരാണ്? ഓ ഭാഗ്യം, ഈ പുഴയിൽ മുതലയില്ലെന്ന് തോന്നുന്നു. എടോ നിൽക്കവിടെ. താൻ ആരോട് ചോദിച്ചിട്ടാ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചത്? ഇല്ല, ആരോടും ചോദിച്ചില്ല. പുല്ലുമേയാൻ ഇറങ്ങിയതായിരുന്നു. ഒരു കൂട്ടം ചെന്നായ്ക്കൾ എൻ്റെ പിന്നാലെ കൂടി. ഞാൻ ആ ചെന്നായ്ക്കളുടെ മുന്നിൽ നിന്ന് ഓടി. ഒരുപാട് സമയം ആ ചെന്നായ്ക്കൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ആ പൊന്തംകുന്ന് കയറി മാമലക്കണ്ടം വഴി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ എത്തി. ആയിരിക്കാം. പക്ഷേ ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആരാണ് നിനക്ക് അനുവാദം തന്നത്? ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ അനുവാദം വേണം. അനുവാദമില്ലാതെ നീ വെള്ളം കുടിച്ചതുകൊണ്ട് ഈ കുറുക്കൻ ചോദിക്കുന്നത് എന്തും പകരമായി നീ നൽകേണ്ടി വരും. അയ്യോ, പകരം നൽകാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. ഇനി ഒരിക്കലും ഞാൻ ഇവിടുന്ന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിച്ചാൽ പോരെ. ഇപ്രാവശ്യത്തേക്ക് എന്നെ ഒന്ന് വെറുതെ വിട്. ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചതിന് പകരമായി കുറുക്കച്ചൻ ചോദിക്കുന്നത് നൽകാതെ നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല. അല്ല, വെള്ളം കുടിച്ചതിന് പകരമായി കുറുക്കച്ചൻ എന്താണ് ആവശ്യപ്പെടുന്നത്? ഇറച്ചി. നമ്മുടെ കുറുക്കച്ചന് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. അതെ, ഇറച്ചി തരാൻ നീ തയ്യാറല്ലേ? ആഹാ, അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്താ ഒന്നും മിണ്ടാത്തത്? വേഗം പറ. ഓഹോ, ഇറച്ചി തരാൻ ഞാൻ തയ്യാറാണ്. ആവശ്യമുള്ള ഇറച്ചി എൻ്റെ കാലിൻ്റെ തുടഭാഗത്ത് നിന്നും കുറുക്കച്ചൻ തന്നെ മുറിച്ചെടുത്തോളൂ. കുറുക്കച്ച കോളടിച്ചല്ലോ. പിന്നെ നമ്മുടെ കാര്യം മറക്കല്ല് കേട്ടോ. വന്ന വഴിയും തിന്ന കോഴിയും മറക്കുന്നവനല്ലടോ ഈ കുറുക്കച്ചൻ. അറിയാം. എന്തായാലും വേഗം തുടയിറച്ചി കടിച്ചു മുറിക്ക്. എന്റെ ബ്രൂസിലി, ഈ സീബ്രയെ കാത്തോണേ. അയ്യോ കുറുക്കച്ചോ, മുതലച്ചാരേ, വേഗം പുഴയിലേക്ക് വന്ന് എന്നെ രക്ഷിക്കണോ. കുറുക്കച്ചോ, ഞാൻ ദേ വരുന്നേ. അത്യാഗ്രഹികളുടെയും അഹങ്കാരികളുടെയും അനുഭവം എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കരിപ്പെട്ടി കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. കരിപ്പെട്ടി ഉണ്ടാക്കി അത് അകലെയുള്ള ഒരു ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നത്. ഒരു കാട്ടുപാത കടന്നാണ് അയാൾ എന്നും ചന്തയിൽ പോയി വന്നിരുന്നത്. ഒരു ദിവസം കച്ചവടമെല്ലാം കഴിഞ്ഞ് വ്യാപാരി ചന്തയിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. അയാൾ ഒരു കുറ്റിക്കാടിന് സമീപം എത്തിയപ്പോൾ ഒരു ചാക്ക് കെട്ടല്ലേ അത്? അത് അനങ്ങുന്നുണ്ടല്ലോ. അതെന്താണെന്ന് നോക്കാം. വ്യാപാരി ചാക്കുകെട്ടിനടുത്ത് എത്തിയതും അതിനുള്ളിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടു. അയ്യോ അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. രക്ഷിക്കാനോ? നീ ആരാണ്? ഇതിനുള്ളിൽ എങ്ങനെ പെട്ടു? ഞാനൊരു മുതലയാണ്. എന്നെ ഒരു വേടൻ കുടുക്കിൽപ്പെടുത്തി ഇതിനുള്ളിൽ കെട്ടിയിട്ടതാണ്. എന്നെ ഒന്ന് രക്ഷിക്കാമോ? രക്ഷിക്കാനോ? നീയൊരു മുതലയല്ലേ? നിന്നെ രക്ഷിച്ചാൽ നീ എന്നെ ഭക്ഷിക്കില്ലേ? ഇല്ല, ഞാൻ നിന്നെ ഒരിക്കലും ഭക്ഷിക്കില്ല. നീ എന്നെ രക്ഷിച്ചാൽ ഞാൻ പ്രത്യുപകാരവും ചെയ്യും. നീ പറയുന്നത് വിശ്വസിക്കാമല്ലോ അല്ലേ? തീർച്ചയായും വിശ്വസിക്കാം. എങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാം. മുതലയുടെ വാക്ക് വിശ്വസിച്ച വ്യാപാരി ആ ചാക്കിന്റെ കെട്ടുകൾ അഴിച്ച് മുതലയെ രക്ഷപ്പെടുത്തി.
രക്ഷപ്പെട്ടു. തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ പ്രത്യുപകാരം ചെയ്യും. പക്ഷേ എനിക്കിപ്പോ നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞാനിപ്പോ ചത്തുപോകും. ഞാൻ തൽക്കാലം നിങ്ങളെ തിന്നാം. നീ ഒരു നന്ദിയില്ലാത്ത ജീവി തന്നെ. നിന്നെ രക്ഷിച്ച എന്നെ നീ തിന്നുവന്നോ? ഇത് നീതിയല്ല. നീ എന്റെ ഇരയാണ്. സംശയമുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ശരി. അപ്പോഴാണ് അതുവഴി ഒരു പാമ്പ് ഇഴഞ്ഞു വന്നത്. ആ പാമ്പിനോട് ഇരുവരും ഈ സംശയം ചോദിച്ചു. മുതല പറഞ്ഞതാണ് ശരി. നീ മുതലയുടെ ഭക്ഷണമാണ്. ഏയ്, ഇത് ഞാൻ അംഗീകരിക്കില്ല. എങ്കിൽ മറ്റൊരാളോടുകൂടി ചോദിക്കാം. എന്നിട്ട് നിന്നെ ഞാൻ തിന്നു. പിന്നീട് അവർ ഒരു കുറുക്കനോടാണ് ഈ സംശയം ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. എങ്കിലും താത്വികമായി പറഞ്ഞാൽ വിശപ്പുള്ള മുതലയ്ക്ക് കിട്ടിയ ഇരയെ തിന്നാൻ അവകാശവും ഉണ്ട്. ഇപ്പറഞ്ഞതൊന്നും ശരിയല്ല. രക്ഷിക്കുന്നയാളെ ഭക്ഷിക്കുന്നത് നീതിയല്ല. അപ്പോൾ അതുവഴി ഒരു വഴിയാത്രക്കാരൻ വന്നു. അയാളുടെ അഭിപ്രായവും കൂടി അറിയാൻ അവർ തീരുമാനിച്ചു. മറ്റു രണ്ടുപേരും പറഞ്ഞത് തന്നെ ഈ മനുഷ്യനും പറയും. ഞാൻ നിന്നെ തിന്നുകയും ചെയ്യും. കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഞാൻ ഒരു അഭിപ്രായം പറയുള്ളൂ. സത്യത്തിൽ ആദ്യം എന്താണ് ഉണ്ടായത്? ഞാൻ ചന്തയിൽ പോയിട്ട് ഇതുവഴി വരികയായിരുന്നു. അതൊന്ന് നടന്നു കാണിക്കാമോ? ദാ ഇങ്ങനെ. ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ അപ്പോൾ മുതല എങ്ങനെയാണ് കിടന്നതെന്ന് മാത്രം മനസ്സിലായില്ല. അതൊന്ന് കാട്ടിത്തരാമോ? ഞാൻ ആ ചാക്കിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കുടുങ്ങിക്കിടക്കുകയോ? അതെനിക്ക് തീരെ മനസ്സിലായില്ല. മുതല അതൊന്ന് വ്യക്തമായി കാണിച്ചു തരണം. ദേ ഇങ്ങനെ ഇങ്ങനെ ഇതിനുള്ളിൽ. ഓഹോ, ഇങ്ങനെയാണ് ചാക്കിനുള്ളിൽ കിടന്നതല്ലേ? അപ്പോൾ എൻ്റെ സംശയം ഇതാണ്, ചാക്ക് തുറന്നു കിടക്കുകയായിരുന്നു. ഏയ് അല്ലല്ലല്ല, അതെ, പുറത്ത് നിന്ന് കെട്ടിയിരിക്കുകയായിരുന്നു. അത് എങ്ങനെയാണ് കെട്ടിയിരുന്നത് എന്നറിയാമോ? അറിയാം. ഇപ്പോഴാണ് കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലായത്. ഈ ചാക്കുകെട്ടിനുള്ളിൽ മുതല അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇതിനുള്ളിൽ കിടന്ന് അവൻ വിശപ്പടക്കട്ടെ. രക്ഷിക്കുന്നവനെ ഭക്ഷിക്കുന്നത് നീതിയല്ല. എന്റെ ജീവൻ രക്ഷിച്ച നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. രക്ഷിച്ചവനെ ഭക്ഷിക്കുന്നത് നീതിയല്ല. കുഞ്ഞിക്കാട് സുന്ദരമായ ഒരു കാട്ടുപ്രദേശമായിരുന്നു. ചെറിയ മലകളും പുഴകളും നിറഞ്ഞൊരു കാട്. ചെറിയ കാടായതുകൊണ്ട് തന്നെ മൃഗങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരായി അവിടെ ജീവിച്ചു. എന്നാൽ കിട്ടുകുരങ്ങൻ മാത്രം അവസരം കിട്ടിയാൽ മറ്റു മൃഗങ്ങളെ കളിയാക്കുകയും ഓരോരോ കൗശലങ്ങൾ ഒപ്പിക്കുകയും ചെയ്യും. രാവിലെ തന്നെ നേരം വെളുത്തല്ലോ, ഉറക്കവും പോയി. ഇനി എന്ത് ചെയ്യും? വിശപ്പും തുടങ്ങി. ആരെങ്കിലും ഒക്കെ പറ്റിച്ച് മേലനങ്ങാതെ ഭക്ഷണം തരപ്പെടുത്തണം. വീണ കിട്ടുവിന്റെ കാലിൽ ഒരു മുള്ളു കുത്തിക്കയറി. അയ്യോ അയ്യോ, എന്റെ കാല്. ജാട പച്ചയായ ജാട പുച്ചമാണ് പോട. കിട്ടു, കൊള്ളാലോ. രാവിലെ തന്നെ നീ തലയും കുത്തി വീണോ?
മിക്കുവിന്റെ ആ ചോദ്യവും ചിരിയും കിട്ടുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവന് അങ്ങനെ വിട്ടാ പറ്റില്ല, പണി അവന് തന്നെ കൊടുക്കാം. ഒന്നും പറയണ്ട മിക്കു, വീണത് മാത്രമോ, ദാ കണ്ടോ ഒരു വലിയ മുള്ള എന്റെ കാലി തറച്ചു. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ. കിട്ടുവിന്റെ കിടപ്പ് കണ്ട് മിക്കുവിന് പാവം തോന്നി. പോട്ടെ, സാരമില്ല കിട്ടു, ഈ മുള്ള് ഞാൻ എടുത്തു തരാം. മിക്കു പതുക്കെ എടുക്കണേ. ഞാൻ ചെറിയൊരു ഡോക്ടറാണ് കിട്ടു, ഇതിപ്പോ ശരിയാക്കി തരാം. ഡോക്ടർ പോലും, നിന്റെ പണി ഇന്ന് ഞാൻ പൂട്ടിക്കുമടാ. മോനെ, നീ ഹാപ്പി അല്ലേ? ഇവന്റെ കാലിൽ കൊണ്ട മുള്ളു പോയില്ലേ? ഇനിയും ഉണ്ടോ? കാലീന്ന് വിടടാ, എനിക്കെന്റെ മുള്ളതാ. മുള്ളോ? അതല്ലേ എടുത്ത് കളഞ്ഞത്. അതൊരു വെറും മുള്ളല്ല, നല്ല വിലയുള്ള മുള്ളാണ്. ഞാൻ ആ മുള്ള ഇവിടെ തെരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ അതെന്റെ കാലി കുത്തി കേറിയത്. അത് ഞാൻ ആ കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞല്ലോ, അതിന് കിട്ടില്ല. നീ എനിക്കത് തന്നില്ലെങ്കിൽ സിംഹരാജാവിന്റെ അടുത്ത് പോയി ഞാൻ പരാതി കൊടുക്കും. അല്ലെങ്കിൽ തന്നെ രാജാവൻ എന്നെ നോട്ടം ഇട്ടിരിക്കുക. അയ്യോ കിട്ടു, വേണ്ട വേണ്ട, ഞാൻ വേറെ എന്ത് വേണേലും തരാം. വേറെ എന്ത് വേണേലും തരുമോ? എന്ന് വെച്ചാൽ നീ എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ നല്ല ക്യാരറ്റ് തരാം. തൽക്കാലം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ എന്നെ ഇവിടെ നിന്നൊന്ന് പൊക്കിയെടുക്ക്. അങ്ങനെ മിക്കു കിട്ടുവിനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് നടന്നു. ഈ രണ്ടെണ്ണം കൊണ്ട് എന്താവാൻ? എന്റെ കാലിലെ വേദന കാരണം ഇന്നിനി പഴങ്ങളൊന്നും പറിക്കാൻ പറ്റില്ല. എന്റെ വിശപ്പടക്കം ഇത് പോരാ. മിക്കു കൊടുത്ത ക്യാരറ്റുമായി കിട്ടു നടന്നു നീങ്ങി. കാലത്ത് തന്നെ ഒരുത്തനെ പറ്റിച്ച ഫുഡും കിട്ടി. അടിപൊളി, ഇതൊരു പതിവാക്കാം. കിട്ടു, രാവിലെ തന്നെ ഈ ക്യാരറ്റും കൊണ്ട് എങ്ങോട്ടാണ്? ദാ വന്നല്ല, തേടിയ വള്ളി കാലി ചുറ്റി. അടുത്ത പണി എവന് തന്നെ കൊടുക്കാം. കരടിച്ചേട്ടാ, സുഖാണോ? ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യാമോ? പിന്നെന്താ, കിട്ടുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നമ്മൾ പണ്ടേ കൂട്ടുകാരല്ലേ. ഈ ക്യാരറ്റ് മുഴുവൻ തിന്നണോ? തിന്നാം. ഏയ്, അത് വേണ്ട. ഈ ക്യാരറ്റ് കൊണ്ടുപോയി ചേട്ടന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്ക്. ഇത് ഇപ്പൊ കഴിക്കാൻ സമയമില്ല, എനിക്കൊരിടം വരെ പോകാനുണ്ട്. പോയി വന്നിട്ട് ഞാൻ ഇതെടുത്തോളാം. അതിനെന്താ, ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. കിട്ടു, പോയിട്ട് വാ. ഇന്ന് ഇതിൽ നിറച്ച് തേൻ കൊണ്ടുവരണം. ചെല്ല് ചെല്ല്, കുടം നിറച്ച് തേൻ കൊണ്ടുവാ. പാണ്ഡൻ കരടി അവിടെ നിന്ന് പോയ തക്കത്തിന് മിട്ടു പാണ്ഡന്റെ വീട്ടിൽ കയറി ക്യാരറ്റ് മുഴുവൻ എടുത്തു കഴിച്ചു. ഇവിടെ ആരുമില്ലേ? പാണ്ഡനെ കണ്ടതും കിട്ടു ക്ഷീണം അഭിനയിച്ച് താഴെയിരുന്നു. എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് കുറെ നോക്കി നടന്നു, ഒന്നും കിട്ടിയില്ല. എന്തൊരു ക്ഷീണം. സാരമില്ല പാണ്ഡൻ ചേട്ടാ, ആ ക്യാരറ്റ് ഇങ്ങെടുത്തേ, അതേലും കഴിച്ച് വിശപ്പടക്കാം. അയ്യോ, കിട്ടു, ക്യാരറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. അതാരോ കട്ടെടുത്തു.
കാണുന്നില്ലേ? പാണ്ഡൻ ചേട്ടാ, നീ തന്നെ അല്ലേ അതെടുത്ത് ചാപ്പിട്ടത്? കിട്ടു, കള്ളത്തരം പറയരുത്. നിന്റെ ക്യാരറ്റ് എനിക്കെന്തിനാ? എങ്കിൽ പിന്നെ അതെവിടെ? ഞാൻ ഇതിപ്പോ പോയി സിംഹരാജാവിനോട് പറയും. കിട്ടു, നീ ഒന്ന് അടങ്ങ്. സിംഹരാജാവിന്റെ അടുത്തേക്കൊന്നും പോകണ്ട. ഇപ്പോ നിന്റെ വിശപ്പല്ലേ പ്രശ്നം, അത് ഞാൻ മാറ്റിത്തരാം. ഗുഹയ്ക്കകത്തേക്ക് പോയ പാണ്ഡൻ ഒരു കുടവുമായി പുറത്തേക്ക് വന്നു. ദാ, നല്ല ഒന്നാം തരം തേനാണ്. ഇത് കുടിച്ചാ നിന്റെ എല്ലാ ക്ഷീണവും മാറും. ഈ ചെറിയ പാത്രത്തിൽ കുടിച്ചാലൊന്നും എന്റെ വിശപ്പ് മാറില്ല. തൽക്കാലം ഇത് മതി. കരടിയം പറ്റിച്ച് മുയലിനെയും പറ്റിച്ച് വയറും നിറഞ്ഞ് ഹാലസ. ഇതെന്താ ഇവൻ ഞൊണ്ടി നടക്കുന്നത്? ഒരു കുടവുമുണ്ടല്ലോ. ഇവൻ പണ്ടേ ആള് ശരിയല്ല. എന്തായാലും ഒന്ന് ചോദിച്ചു കളയാം. ഹലോ കിട്ടോ, ആ കുടത്തിലെന്താ? എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കുറുക്കച്ച. ഇത് കുറച്ച് തേനാണ്. എനിക്കാണേൽ കാലിന് മുള്ളും കുത്തിയിട്ട് ഭയങ്കര വേദന. ഇതൊന്ന് നിന്റെ വീട്ടിൽ വെക്കാമോ? ഞാൻ നാളെ രാവിലെ തന്നെ വന്നെടുത്തോളാം. ഓ, അത് ശരി. കുറുക്കൻ കിട്ടുവിന്റെ കയ്യിൽ നിന്ന് തേൻകുടം വാങ്ങി തന്റെ വീട്ടിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കിട്ടു, നിന്റെ കുടം ആരും എടുക്കാതിരിക്കാൻ ഞാനൊരു പെട്ടിയിൽ വെച്ച് പൂട്ടി. താക്കോല് നിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയാലോ? അതുകൊണ്ട് നീ പെട്ടി പൂട്ടണ്ട. ഇത് കേട്ടപ്പോൾ തന്നെ കിട്ടുവിന്റെ മുഖഭാവത്തിൽ നിന്ന് കുറുക്കന് കാര്യം പിടികിട്ടി. ഇവനെ അങ്ങനെ വിട്ടാ ശരിയാകില്ല. ശരി. കിട്ടു പോയുടൻ കുറുക്കൻ ആ തേൻ മുഴുവൻ കുടിച്ചു തീർത്തു. എന്നിട്ട് കുടത്തിനുള്ളിലേക്ക് ഒരു ഞണ്ടിനെ ഇട്ടു. അത് ആ പെട്ടിക്കുള്ളിൽ വച്ചു. എന്നിട്ടവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി. അയ്യോ 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 കിട്ടു, നീ ഈ ചതി ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ നീ പാവപ്പെട്ട മൃഗങ്ങളെ ഇനിയും ഉപദ്രവിക്കും. ഞണ്ടിന്റെ കടിയേറ്റ കിട്ടുകുരങ്ങൻ അവിടെ നിന്ന് എങ്ങോട്ടോ ഓടിപ്പോയി.